കക്ക കക്ക കക്കയിറച്ചി, വലിയ കക്ക, ഞെക്കി നന്നാക്കണ്ട കക്കയിറച്ചി. ചേട്ടത് കക്ക. ആ, ഇത് ആലപ്പുഴ മൊഹമ്മേന്ന് വരുന്ന കക്കയാണ്. ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ ചാലക്കുടി? നമുക്ക് ചാലക്കുടിയിലൂടെ കുറച്ച് ദിവസമായിട്ട് ഈ ചേട്ടൻ കക്ക ഇറച്ചിയായിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ചേട്ടൻ നമ്മളത് പിടിച്ചു തരിക കക്ക വാങ്ങിക്കാനായിട്ടേ. ഇത് കുട്ടികൾക്ക് നല്ലതാണോ ചേട്ടാ കൊടുക്കുന്നത്? ഇതേ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വലിയ കക്കയുടെ ഉള്ളിൽ നിന്ന് ഞെക്കി കളയണം. ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് കൊടുക്കാവോ? ആ, കാരണം വെച്ചാൽ കാൽസ്യം ലവണങ്ങൾ കൂടുതലാണെന്നും അത് ദഹിക്കാൻ ചെറിയ പ്രയാസമുണ്ടെന്നുള്ള അറിവ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വലിയ ചെറിയ കുട്ടികൾക്കും ഗർഭിണികൾക്കും കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഞെക്കി കളഞ്ഞിട്ട് കൊടുക്കാം. ഏറ്റവും വലിയ കക്കയുടെ മാത്രം. എന്നിട്ട് നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കൂലേ, വേവിച്ച ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെയാണ് വെക്കേണ്ടത്. അതുപോലെ ഫ്രൈ ചെയ്യാം. പിന്നെ ചില്ലി പൊരിക്കാം, പിന്നെ റോസ്റ്റ് ചെയ്യാം, തോരൻ വെക്കാം. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും പറയാൻ പറ്റുമോ? വേറെ ഇതിലിപ്പോൾ പ്രധാനമായിട്ട് കാൽഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിലേനിയം, അങ്ങനെ കുറച്ച് മിനറൽസ് ധാരാളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ ഈ കക്കയിറച്ചി മാത്രമേ വിൽക്കണുള്ളൂ? ആ, ഇപ്പോൾ കക്കയിറച്ചി മാത്രമാണ് സ്ഥിരമായിട്ട്. ആദ്യം മീൻ കച്ചവടമായിരുന്നു. നല്ല മീൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ എടുത്തു വരുന്ന മീൻ വളരെ വില കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മീൻ വിൽക്കാൻ പറ്റാതെ, നല്ല ഫ്രഷ് മീൻ കൊണ്ട് വിൽക്കുമ്പോൾ വില കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കക്കയിറച്ചി. ആ, ഇപ്പോൾ ഈ കക്കയിറച്ചി കുഴപ്പമില്ല, അത്യാവശ്യം പെട്രോളൊക്കെ വെച്ച് ഒരു കൂലി കാശ് കിട്ടുന്നുണ്ട്. അതെ. കുറച്ച് നാളായിട്ട് ഈ ചാലക്കുടിയിലൂടെ കക്കയിറച്ചി വിൽക്കുന്ന ചേട്ടനാണ്. ചേട്ടൻ പേരെന്ന് പറഞ്ഞേ? പേര് ബാബു. സ്ഥലം? മറ്റത്തൂർ പഞ്ചായത്ത്, ഔട്ടപ്പള്ളി. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ട്. കറി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ പറയാം. ഈ ചേട്ടൻ ഞങ്ങളെന്തായാലും വീണ്ടും കാണും. നന്ദി.